Hi all, welcome to my new video Zero World Cup Players. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ സീറോ വേൾഡ് കപ്പ് പ്ലെയേഴ്സാണ്. നമുക്ക് ആദ്യം തന്നെ ഗോളിയെ സെലക്ട് ചെയ്യാം. നമ്മുടെ സ്വന്തം ഒലിവർ ഖാൻ. ഇനി നമ്മൾ ടീമിലേക്ക് എത്തിക്കുന്നത് സെൻറ്റർ ബാക്സിനെയും ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ആയിരിക്കും. ആദ്യം തന്നെ നമ്മുടെ സെൻറ്റർ ബാക്ക് മൾഡീനി. സെക്കൻഡ് സെൻറ്റർ ബാക്ക് നെതർലാൻഡ്സിൻ്റെ ഭീകരനായ നമ്മുടെ സ്വന്തം വെർജിൽ വാൻ ഡൈക്ക്. അത് കഴിഞ്ഞ് നമുക്ക് റൈറ്റ് ബാക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ വെർജിൽ വാൻ ഡൈക്കിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ സ്വന്തം ലെഫ്റ്റ് ബാക്കിലേക്ക് ഇറ്റലിയിൽ നിന്ന് തന്നെ തിയോ ഹെർണാണ്ടസിനെ കൊണ്ടുവരാമെന്നാണ് എൻ്റെ പ്ലാൻ. റൈറ്റ് ബാക്കാണ് ഗൈസ്, അത് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. നമുക്ക് ഏത് പ്ലെയറിനെ സെലക്ട് ചെയ്യണം? റൈറ്റ് ബാക്കിലൊരു പ്ലെയർ ഇല്ലല്ലോ ഗൈസ്. ഞാൻ ലീ ഡിക്സനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല പുള്ളിക്ക് വേൾഡ് കപ്പ് ഉണ്ടോ ഇല്ല, എന്നാലും സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് DMF ആണ് എടുക്കേണ്ടത്. അത് ഞാൻ എടുക്കാൻ പോകുന്നത് ഡെക്ലാൻ റൈസ്. ഇംഗ്ലണ്ടിൻ്റെ റിയൽ മാഡ്രിഡിനെ UCL തോൽപ്പിച്ച പ്ലെയറാണ്. 2 ഫ്രീ കിക്കാണ് പുള്ളി അടിച്ചത്. സോ ഇനി നമുക്ക് റൈറ്റ് മിഡ് ലെഫ്റ്റ് മിഡ് സെലക്ട് ചെയ്യണം ഗൈസ്. അതിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്കും മുഹമ്മദ് സലാ ദ ഈജിപ്ഷ്യൻ കിങ്ങിനെ നമുക്ക് ഒരിടത്തെടുക്കണം. സോ അത് കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് മിഡിൽ നമുക്ക് ബെയിലിനെ വെക്കാം ഗൈസ്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും നമുക്ക് അവരെ വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഒരേ ടീമിൽ കൊണ്ടുപോയിട്ട് നമുക്ക് തീരുമാനിക്കാം ഗൈസ്. ഞാൻ എന്തായാലും മുഹമ്മദ് സലയും കൊണ്ടുകൊണ്ടുണ്ട്. നമുക്ക് സ്ട്രൈക്കർ എന്തായാലും റൊണാൾഡോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്നാൽ നെയ്മറിനെ ലെഫ്റ്റ് വിങ്ങിലോട്ട് കൊണ്ടുകൊണ്ടുണ്ട്. സോ ഇതിൽ ചില പ്ലേയേഴ്സ് ഡിസേർവിങ് ആണ് ഗൈസ് വേൾഡ് കപ്പ്. നമുക്ക് സ്ട്രൈക്കറിലേക്ക് നമുക്ക് റൊണാൾഡോയെ കൊണ്ടുവരാം. റൈറ്റ് വിങ്ങിലാണ് നമുക്ക് ഇനിയും പ്രശ്നം വരാൻ പോകുന്നത് ഗൈസ്. നമ്മുടെ കയ്യിൽ അധികം പ്ലേയേഴ്സൊന്നുമില്ല അങ്ങനത്തെ. നമുക്ക് റൊണാൾഡോ റൊണാൾഡോ മണ്ടയ്ക്കൊട്ടും ഞാൻ പോകും. മണ്ടയ്ക്കാടാ താഴെയാണോ? താഴെയാണോ? റൊണാൾഡോ താഴെയാണോ? അതല്ല മറ്റേതോടെ 100 റൊണാൾഡോ ഉണ്ട്. അതോടെ കിട്ടി. സോ ഇനി നമുക്ക് റൈറ്റ് വിങ്ങിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ആരെടുക്കും? അവിടെ പോർച്ചുഗലിൻ്റെ ആരെ എടുക്കണം? ആരെ എടുക്കും? നമുക്ക് പോർച്ചുഗലിൽ നിന്ന് ആരെങ്കിലും എടുത്താലോ? നമുക്ക് ബെർണാഡോ സിൽവ എടുക്കാം ഗൈസ്. എന്നിട്ട് നമ്മൾ മുഹമ്മദ് സലേ റൈറ്റ് വിങ് ഇട്ടിട്ട് സിൽവേനെ ഞാൻ റൈറ്റ് മിഡ് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ സബ്ബിൽ കാണുന്ന എല്ലാവരും വേൾഡ് കപ്പ് കിട്ടാത്ത പ്ലേയേഴ്സാണ്. അവരും നമ്മുടെ സ്വന്തം മെയിൻ 11 ഗൈസ്. നമ്മൾ ചിലപ്പം സബ്ബിലുള്ളവരെ ഇറക്കി കളിപ്പിക്കും. നമ്മൾ ക്യുക്ക് കൗണ്ടർ കളിക്കാൻ പോവുകയാണ് ഗായ്സ്. ഓക്കെ, ക്യുക്ക് കൗണ്ടറോ? ക്യുക്ക് മാച്ച് കളിക്കാൻ പോവുക. ക്യുക്ക് കൗണ്ടർ എന്ന് പറയും. സോ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ, സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. എതിരാളി എളുപ്പമുള്ള ആകണമെന്നാണ് ഞാൻ ഒരു പ്രാർത്ഥന. ഈ തോറ്റ ഞാൻ ആരും റിലീസൊന്നും ചെയ്യുന്നില്ല ഗൈസ്. ഇനി ഇതുപോലത്തെ വേറെ ഏതെങ്കിലും കണ്ടൻറ്റിൽ നമുക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു പ്ലെയറിനെ റിലീസ് ചെയ്യുന്നതൊക്കെ നമുക്ക് വെക്കാം. തോക്കത്തില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്ര നല്ല പ്ലെയറൊക്കെ പറഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കണമെങ്കിൽ. 3-1-3-5. ഞാൻ 3-1-3-8. 3ൻ്റെ വ്യത്യാസമുള്ള ഗൈസ്. സോ നമ്മൾ കളിയിലേക്ക് പോകാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവരും ഫോമിലാണ് ഗൈസ്. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ സ്റ്റാർട്ട് കൊടുക്കുന്നില്ല. സ്റ്റാർട്ട് കൊടുറേ. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ബാഴ്സലോണ വേഴ്സസ് ഇന്ത്യ മത്സരം. വേൾഡ് കപ്പ് ലൂസേഴ്സ് വേഴ്സസ് FC ബാഴ്സലോണ. അവൻ്റെ ടച്ചാണ് ആദ്യം. അവൻ ടച്ച് ഇട്ടിട്ടുണ്ട് ഗൈസ്. ടച്ചിട്ട് ഡെന്നീസ് ലോയൊക്കെയാണ് അവൻ്റെ സ്ട്രൈക്കർ.
ഡേവിഡ്സ് എടാ ഇവന്മാർ സീൻ ടീമാണെന്ന് കേട്ടോ. ഓക്കെ അമ്മമാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മാൾഡിനി മാൾഡിനി എടാ മാൾഡിനി എടാ ഡിക്സൺ. ഓക്കെ ഡിക്സൺ കളഞ്ഞിട്ടുണ്ട് ഗൈസ്. എടാ അതും എടുത്തടാ. ഇവന്മാർ ഭയങ്കര കളിയാണ് ഗൈസ്. നമ്മൾ ജയിക്കുമോ. മാൾഡിനി ഓക്കെ ഒലിവർക്കാൻ എടുത്തിട്ടുണ്ട്. അകത്തോട്ട് എറിയാൻ നോക്കി. വാൻഡൈക്ക് റൈസ്. എടാ ബോൾ എടുക്കടാ. എടുത്ത് കളിക്ക്. മാൾഡിനി അകത്ത് കളയടാ. അത് ഫ്രീ കിക്കായി ഗൈസ്. എന്താടാ ഇത്. ഡയറക്റ്റ് അടിക്കുമോ. ഓക്കെ ഡയറക്റ്റ് അടിച്ചിട്ടില്ല ഗൈസ്. ഡേവിസ് ഓക്കെ സാല അകത്തോട്ടിട്ടു. ലീ ഡിക്സൺ അടിക്കടാ. ഓ മാൾഡിനി എടുക്കെടുക്ക് കള ഓക്കെ കള ഓക്കെ കമോൺ നെയ്മർ. ഗോൾ. എടാ റൈസ് ബെയിലെടുത്തടിക്ക്. ഒറ്റയടി ഗോള്. എടാ ബോൾ ഡെന്നീസിലേക്ക് കിട്ടി. പെരസയുടെ ഗോള് കേട്ടില്ല. വാൻഡൈക്ക് കമോൺ. എടാ പോടാ. ഡെക്ലാൻ റൈസിൽ നിന്നൊരു കിടിലം പാസ് വന്നെങ്കിലും നമുക്ക് ഗോളാക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. കോർണറെങ്കിലും നമുക്ക് ഗോളാക്കണം. ഹാഫ് ടൈം ആകാനായടാ. റൈസ് എടാ ലീ ഡിക്സൺ കൊടുക്കാത്ത. വെർഡൈക്ക് തിയോ ഹെർണാണ്ടസ്. എടാ അത് ബൈസൈക്കിളൊക്കെ ചെയ്തടന്മാർ ഡിഫെൻഡ് ചെയ്യുന്നത് എന്താണ്. എടാ ഹാഫ് ടൈം ആയടാ. ഗൈസ് നമുക്ക് അവന്മാരുടെ ടീമൊക്കെ ഒന്ന് ചെന്ന് നോക്കണം ഗൈസ്. അവന്മാരുടെ ടീം ചെന്ന് നോക്കാം നമുക്ക്. എടാ എന്താടാ എപ്പിക്ക് ടീമാടാ ഇത്. എന്ത് ടീമാ ഗൈസ്. അലീബയും ചൗമാനിയും ഗോൾ കീപ്പർ വെച്ച് ബാക്കി എല്ലാം എപ്പിക്ക്. എടോ എന്ത് ടീമാടാ ഇത്. ഗൈസ് സീൻ ടീമൊക്കെയാണ് നമ്മുടെ എതിരെ കളിക്കുന്നത്. എനിക്ക് വയ്യ. എടാ തോക്കല് ഗൈസ്. ഓക്കെ സെക്കൻഡ് ഹാഫ് കിക്ക് ഓഫ് ഇതാ എടുത്തിരിക്കുന്നു. അറ്റാക്കിലേക്ക് ബോൾ റൊണാൾഡോ. എടാ പോടാ. ഓക്കെ ബെർണാഡോ സിൽവ. എടാ സിൽവയും കൊണ്ടേ കളഞ്ഞാടോ. ഗൈസ് വാട്ട് ഈസ് ദീസ്. എടാ കളി കഴിയാറായടാ. കോളും അടിക്കാൻ പറ്റിയില്ല. തോറ്റടാ. എന്ത് വിധിയാണ് കേസ് ഇത്. എടാ തോറ്റു. നമ്മൾ തോറ്റു ഗായ്സ്. നമ്മുടെ എതിരെ കളിച്ച ആളുടെ ID സെക്കൻഡ് ഡിവിഷനൊക്കെയാണ് പുള്ളി. ഇതായിരുന്നു നേരത്തെ നമ്മുടെ എതിരെ വന്ന ടീം. പുള്ളിയുടെ ലീ ഡിക്സണൊക്കെ ഉണ്ടായിരുന്നു. മെസ്സിയുടെ ഒരു പാക്ക് തന്നെ പുള്ളി മേടിച്ചിട്ടുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ എതിരെ കളിച്ച ആള്. എടാ ഗൈസ് നിങ്ങളോട് പറയാനുള്ള ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ ലെവലിൻ്റെ വീഡിയോ കളിച്ചിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക ഗൈസ്.